പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 12ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അവസാനത്തെ ക്ലാസ്സാണ്. എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവേഴ്സ് എന്താണെന്ന ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഒന്നുകൂടി പറയാം. എ എന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ മറ്റൊരു സ്ക്വയർ മെട്രിക്സ് ബി ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് എ. എയുടെ ഇൻവേഴ്സ് ആണ് ബി എങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ ഈക്വൽ ടു ബി ഇൻറ്റു എ. അപ്പോൾ ബി എന്നത് എയുടെ ഇൻവേഴ്സ് അല്ലെങ്കിൽ എ എന്നത് ബിയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ എ ബി ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് കിട്ടണം. ഇൻവേഴ്സ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ് എന്നാണ്. (-1) വായിക്കേണ്ടത് എ ഇൻവേഴ്സ് എന്നാണ്. അപ്പോൾ ബിക്ക് പറയുന്ന പേരാണ് എ ഇൻവേഴ്സ്, എക്ക് പറയുന്ന പേരാണ് ബി ഇൻവേഴ്സ്. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ആണ് ബി, ബിയുടെ ഇൻവേഴ്സ് ആണ് എ. ഓക്കെ, നമുക്ക് ഒരു എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് റിസൾട്ട് നോക്കണം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന റിസൾട്ട് നമുക്ക് നോക്കാം. A is equal to matrix 2 5 1 3, B equal to matrix 3 minus 5 minus 1 2. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു ബി ഒന്ന് കണ്ടുവെക്കുക. എ ഇൻറ്റു ബി 2 5 1 3 3 2 മൈനസ് 1 4. പ്രൊഡക്റ്റ് കാണുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 124 0 40. ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ബി എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആ റിസൾട്ടിനെ ക്യാപിറ്റൽ എക്സ് എന്ന് വിളിച്ചു, അഥവാ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ബി അല്ലേ? ഓക്കെ, അപ്പോൾ എക്സ് ഏതാണ്? എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മെട്രിക്സ് 124 0 14. എ എന്ന് പറഞ്ഞാൽ 2 5 1 3, ബി എന്ന് പറഞ്ഞാൽ 3 2 മൈനസ് 1 4 അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ മെട്രിക്സിൽ ഫസ്റ്റ് ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ മെട്രിക്സ് എ ഇൻറ്റു ബി അല്ലേ? എ ഇൻറ്റു ബിയിൽ ഒന്നാമത്തെ മെട്രിക്സ് ഏതാ? 2 5 1, അഥവാ എ. ആ എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് റോയിൽ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? ഇവിടെ നോക്കാം. 4 10 ആയി അല്ലേ? നേരത്തെ എത്ര? 2 5 അല്ലേ? 2 5 എന്ന് പറയുന്ന റോ 4 10 ആയി. അപ്പം എന്താ സംഭവിച്ചത്? ഫസ്റ്റ് റോയിൽ ഞാനൊരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ എന്താണ്? ഫസ്റ്റ് റോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എവിടെയാണ്? എ എന്ന് പറയുന്ന മെട്രിക്സിൽ. എ ഇൻറ്റു ബിയിൽ എ എന്ന് പറയുന്ന മെട്രിക്സിൽ ആദ്യത്തെ റോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ രണ്ട് മെട്രിക്സിൻ്റെ റിസൾട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ. എന്താ സംഭവിച്ച റിസൾട്ടിൽ നോക്കുക. ആദ്യത്തെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഇതായിരുന്നു അല്ലേ? ഇവിടെ എ ഇൻറ്റു ബിയിൽ എ എന്ന് പറയുന്ന മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ആ മെട്രിക്സിനെ നേരത്തെയുള്ള ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറാണിത്. എന്താണ് റിസൾട്ടൻറ്റിൽ സംഭവിച്ചത്? നേരത്തെയുള്ള എക്സ് 124 ആണ് ഫസ്റ്റ് റോ. ഇപ്പോൾ എന്തായി? 248 ആയി. എന്തായി? ഫസ്റ്റ് റോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് തുല്യമായി. അപ്പം എന്താ സംഭവിച്ചത്? എ ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സിലെ ആദ്യത്തെ റോല് ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടത്തിയില്ലേ? ആ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? 2 ഇൻറ്റു R1. R1 ഒബ്റ്റെയിൻ ബൈ 2R1. അതേ റിസൾട്ട് എവിടെയും വന്നു എന്നാണ് പറഞ്ഞത്? ക്യാപിറ്റൽ എക്സ് അഥവാ ഈ രണ്ട് മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റിൽ വന്നു. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ ആദ്യത്തെ മെട്രിക്സിൽ റോല് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുത്തിയാൽ അത് ക്യാപിറ്റൽ എക്സിലും എന്താണ്? അതേ ട്രാൻസ്ഫോർമേഷൻ വരുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും ഫസ്റ്റ് റോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൽ റോലാണ്, കോളത്തിലല്ല. ഫസ്റ്റ് മെട്രിക്സിൽ റോല് ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ അതേ റിസൾട്ട് ക്യാപിറ്റൽ എക്സ് അഥവാ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ടായിട്ട് മെട്രിക്സിൽ വരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇൻവേഴ്സ് കാണാൻ ആവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇതേപോലെ മറ്റൊരു റിസൾട്ട് നോക്കുക. ഇതാണ് നമ്മുടെ കയ്യിലുള്ള എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ബി അല്ലേ? ഇനി ഞാൻ ശരിക്കും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു മാറ്റം വരുത്തി. രണ്ടാമത്തെ മെട്രിക്സ് ബി, അതിലെ ഒന്നാമത്തെ കോളത്തിൽ എന്തോ ഒരു മാറ്റം വരുത്തി. ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു മാറ്റം വരുത്താണ്. രണ്ടാമത്തെ മെട്രിക്സിലെ ഒന്നാമത്തെ കോളത്തിൽ ഒരു മാറ്റം വരുത്തി. എന്താണ് ആ മാറ്റം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മെട്രിക്സിലെ ഒന്നാമത്തെ കോളം ആദ്യം 3 - 1 അല്ലായിരുന്നു. ഇപ്പം എന്തായി? 9 - 3. എന്താ മാറ്റം വരുത്തിയത്? 3 - 1 9 - 3 ആകണമെങ്കിൽ എന്ത് മാറ്റം വരുത്തണം? എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? അതായത് ഒന്നാമത്തെ കോളത്തെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഏത് മെട്രിക്സിലാണ്? രണ്ടാമത്തെ മെട്രിക്സ്. അപ്പോൾ രണ്ടാമത്തെ മെട്രിക്സിലെ ഒന്നാമത്തെ കോളത്തിലാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ അഥവാ
ഒരു ഓപ്പറേഷൻ നടത്തി. എന്താണ് ഓപ്പറേഷൻ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ് ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ ആണിത്. അപ്പോൾ എന്താണ് റിസൾട്ടിൽ സംഭവിച്ചത്? അവിടെയും ആദ്യം എന്തായിരുന്നു? ആദ്യം എക്സ് എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു അല്ലേ? ഇപ്പോൾ കിട്ടിയത് 30 ആണ്. എന്താ സംഭവിച്ചത്? 10നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 30. അപ്പോൾ എന്താണ്? രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റിൽ രണ്ടാമത്തെ മെട്രിക്സിൽ ഏതെങ്കിലും ഒരു കോളത്തെ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുത്തിയാൽ ആ ട്രാൻസ്ഫോർമേഷൻ എക്സിലും വരും. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് എന്ത് പറയാം? രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ആണ് എക്സ് എങ്കിൽ ഒന്നാമത്തെ മെട്രിക്സിൽ റോയിൽ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുത്തിയാൽ അതേ ട്രാൻസ്ഫോർമേഷൻ ക്യാപിറ്റൽ എക്സിൽ വരും. രണ്ടാമത്തെ മെട്രിക്സിൽ കോളത്തിൽ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുത്തിയാൽ അത് എക്സിൽ ആ കോളത്തിൽ ട്രാൻസ്ഫോർമേഷൻ അതേ ട്രാൻസ്ഫോർമേഷൻ റിസൾട്ടിൽ സംഭവിക്കും എന്ന ഈ പ്രധാനപ്പെട്ട റിസൾട്ട് നമുക്ക് ഇൻവേഴ്സ് പറയുമ്പോൾ ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് കാണാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് റോ ഓപ്പറേഷൻ അഥവാ റോ ഓപ്പറേഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് കാണാം. രണ്ടാമത്തതോ കോളം ഓപ്പറേഷൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് കാണാം. അപ്പോൾ ആദ്യം റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് എങ്ങനെ കാണുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് മെട്രിക്സ്. ഏതാണ് മെട്രിക്സ്? A equal to 2, 5, 1, 3. ഇതിൻ്റെ ഇൻവേഴ്സ് കാണും. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് A equal to IA എന്ന് എഴുതുന്നു. അങ്ങനെ എഴുതാൻ പറ്റൂലേ? കാരണം എന്താ? ഏതൊരു മെട്രിക്സും ഐഡന്റിറ്റി മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താൽ അതേ മെട്രിക്സ് കിട്ടൂലേ? അപ്പോൾ A equal to I എന്ന് എഴുതി കൂടെ? കാരണം എന്താ? I എന്ന് പറഞ്ഞാൽ എന്താ? A ആണ് അല്ലേ? ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാൽ A എന്ന് പറയുന്ന ആദ്യത്തെ മെട്രിക്സിനെ കുറേ റോ ട്രാൻസ്ഫോർമേഷൻ വരുത്തിയിട്ട് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റും. എൻ്റെ അതേ ഓർഡറുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റും. അപ്പോൾ അങ്ങനെ ഏല് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ അപ്പുറത്ത് I × A അല്ലേ, അതിൽ എവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ വരിക? നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, A × B എക്സ് ആണെങ്കിൽ ആദ്യത്തെ മെട്രിക്സിൽ A എന്ന് പറയുന്ന മെട്രിക്സിൽ എന്ത് റോ ട്രാൻസ്ഫോർമേഷൻ നടത്തിയാലും അത് A × B ആയിട്ടുള്ള എക്സിലും അതേ റോ ട്രാൻസ്ഫോർമേഷൻ വരും. അതുപോലെ തന്നെ രണ്ടാമത്തെ മെട്രിക്സ് ബിയിൽ എന്തെങ്കിലും കോളം ട്രാൻസ്ഫോർമേഷൻ വരുത്തിയാലോ ഒന്നാമത്തെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള എക്സിലെ കോളത്തിലാണ് ട്രാൻസ്ഫോർമേഷൻ വരിക. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? എക്സിന്റെ സ്ഥാനത്താണ് A അല്ലേ? പിന്നെ ABL അവിടെ എന്റെ സ്ഥാനത്തായി, ഇവിടെ ബിന്റെ സ്ഥാനത്ത്, അവിടെയുള്ള ബിന്റെ സ്ഥാനത്ത് ഇവിടെ A ആണ്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് I ആണ്. അപ്പോൾ ഈ എനെയാണ് ഐയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ? റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ ബിയിലും എയിലും വരുമോ? ഇല്ല. പിന്നെ ഏതിൽ മാത്രമേ വരുള്ളൂ? A എന്ന് പറയുന്ന മെട്രിക്സിലാണ് ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നതെങ്കിൽ ഐയിലും എയിലും വരില്ല. പിന്നെ ഏതിൽ വരുള്ളൂ? ആദ്യത്തെ മെട്രിക്സ് ഐയിൽ മാത്രമേ വരുള്ളൂ. രണ്ടാമത്തെ മെട്രിക്സിൽ ഒന്നും ചെയ്യണ്ട, അത് അതേപോലെ വെച്ചാൽ മതി. അപ്പോൾ രണ്ട് മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ആദ്യത്തെ മെട്രിക്സിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള എയിൽ റോ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. രണ്ടാമത്തെ മെട്രിക്സ് എയിൽ കോളം ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നതാണ് എയിൽ കോളം ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് വരുന്നത് എന്ന് നേരത്തെ ഒരു എക്സാമ്പിളോട് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? A equal to എനെ ഐയിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഐനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു മെട്രിക്സ് കിട്ടും, അത് ബി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ അവസാനം I equal to B × A എന്ന് കിട്ടി. അപ്പോൾ ഏതാണ് ഇൻവേഴ്സ്? എന്താ ഇൻവേഴ്സിൻ്റെ മീനിങ് എന്താണ്? ബി എന്നത് എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ AB = I = B × A അല്ലേ? അപ്പോൾ B × I എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം B is the inverse of A എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ എന്താണ്? A എന്ന് പറയുന്ന മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റണം. അപ്പോൾ ആദ്യം ഞാൻ A equal to IA എന്നുള്ളത് ഇവിടെ ഇതാണ് A അല്ലേ? A എന്ന് പറഞ്ഞാൽ 2, 5, 1, 3. പിന്നെ ഇതാണ് IA. I എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. A എന്ന് പറയുന്നത് ഞാൻ എലമെന്റ്സ് തൽക്കാലം എഴുതുന്നില്ല, A എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഇനി ഞാൻ കുറേ റോ ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ പോവാണ്. എന്തിനു വേണ്ടിയാണ് വരുത്തുന്നത്? ആദ്യത്തെ മെട്രിക്സ് എനെ ഐയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഇതിലേക്ക് റോ ട്രാൻസ്ഫോർമേഷൻ വരുത്തുമ്പോൾ ഈ ഐയിലും എയിലും റോ ട്രാൻസ്ഫോർമേഷൻ മാറ്റം വരില്ല. പകരം ആദ്യത്തെ മെട്രിക്സിൽ മാത്രമേ മാറ്റം വരികയുള്ളൂ എന്ന് നേരത്തെ എക്സാമ്പിളോട് പറഞ്ഞില്ലേ? അപ്പോൾ ഇതിനെ ഞാൻ റോ ട്രാൻസ്ഫോർമേഷൻ വരുത്തിയിട്ട് ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും റോ ട്രാൻസ്ഫോർമേഷൻ നടത്തണം. എയിൽ ഒരു ചേഞ്ചും ഇല്ലാത്തതുകൊണ്ട് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ശ്രദ്ധിച്ച് നോക്കുക,
എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇതിനെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കല്ലേ. അപ്പൊ ആദ്യം ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 0 0 1. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് കോളത്തെ 1 0 എന്ന ഫോമിലേക്ക് മാറ്റണം. എന്താണ്? ഇതിനെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഈ മെട്രിക്സിനെ ആദ്യത്തെ കോളത്തിൽ 1 0 എന്ന് വരുത്തണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡയഗണൽ എലമെന്റിനെ 1 ആക്കണം. ഫസ്റ്റ് ഡയഗണൽ എലമെന്റ് ഇപ്പൊ 2 അല്ലേ, അതിനെ 1 ആക്കാൻ ഏത് റോ ട്രാൻസ്ഫോർമേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ നമ്മൾ ഇൻവേഴ്സ് കാണുന്ന റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കോളത്തിൽ എലമെന്റുകളെ ഐഡന്റിറ്റി എലമെന്റുകളിൽ പോലെ മാറ്റണം. അഥവാ ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? ഇവിടെ 1 ആയിരിക്കണം, ഇവിടെ 0 ആയിരിക്കണം. അപ്പൊ ആദ്യം ഫസ്റ്റത്തെ എലമെന്റ് അഥവാ ഡയഗണൽ എലമെന്റ് 1 ആക്കണം. ഇത് 1 ആക്കാൻ എന്താ എളുപ്പമാർഗം? റോ ട്രാൻസ്ഫോർമേഷൻ ആലോചിച്ച് നോക്കുക. അടുത്ത റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 ഉണ്ട് അല്ലേ. അപ്പോൾ ഇന്റർചേഞ്ച് ചെയ്താൽ പോരെ? R1ഉം R2ഉം ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ R1 ഇന്റർചേഞ്ച്ഡ് വിത്ത് R2. അപ്പോൾ എന്താ സംഭവിക്കുക? ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആയിട്ട് മാറി, സെക്കൻഡ് റോ ഫസ്റ്റ് റോ മാറി. ആ ചേഞ്ച് ഇവിടെയും വരുത്തണ്ടേ? 1 0 എന്നുള്ളത് സെക്കൻഡ് റോ ആയി, സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആയിട്ട് മാറി. അപ്പോൾ R1 ഇന്റർചേഞ്ച്ഡ് വിത്ത് R2 എന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി. അപ്പൊ ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കണം അല്ലേ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കെ, അഥവാ ആദ്യത്തെ ഡയഗണൽ എലമെന്റ് 1 ആക്കി. ഇനി ചെയ്യേണ്ടത് ഈ കോളത്തിൽ എലമെന്റ് ബാക്കിയുള്ളതൊക്കെ 0 ആക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആദ്യത്തെ കോളത്തിൽ എലമെന്റിലാണ് മാറ്റം വരുത്തേണ്ടത്. ആദ്യത്തെ കോളത്തിലെ ആദ്യത്തെ എലമെന്റ് 1 ആക്കണം, ബാക്കിയുള്ളത് 0 ആക്കണം. അടുത്തതോ അടുത്ത കോളത്തിൽ എലമെന്റിലെ ഡയഗണൽ എലമെന്റ് 1 ആക്കണം, ബാക്കിയുള്ളതൊക്കെ 0 ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റൗണ്ട് ഇട്ട 2നെ 0 ആക്കണം. എന്ത് ഓപ്പറേഷൻ നടത്തേണ്ടത്? ഇത് ഏത് റോല? R2ലല്ലേ. R2 മൈനസ് R1 എടുത്താൽ മതിയോ? 2 മൈനസ് 1 0 ആണോ? അല്ല. അപ്പൊ എന്താ ഓപ്പറേഷൻ? R2 മൈനസ് 2 ഇൻറ്റു R1 ആണ്. അപ്പോഴല്ലേ ഇത് 0 ആവാ. ഇതിന് 0 ആക്കണം, 2നെ 0 ആക്കണം. കാരണം ഇത് ഒരു ഐഡന്റിറ്റി മെട്രിക്സിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇത് 0 ആക്കാൻ വേണ്ടി ഓപ്പറേഷൻ എന്താണ്? R2 മൈനസ് 2 R1 എന്ന് പറയുന്ന ഓപ്പറേഷൻ. അപ്പോൾ എന്താണ്? R2 ഒബ്റ്റെയിൻ ബൈ R2 മൈനസ് 2 R1 എന്നാണ്. അപ്പൊ എന്താ കിട്ടുക? അപ്പൊ നമുക്ക് ഓരോ എലമെന്റ് നോക്കാം. ഇവിടെ എന്താണ് ഓപ്പറേഷൻ കിട്ടുക? 2 മൈനസ് 2 ഇൻറ്റു 1 അല്ലേ. 2 മൈനസ് 2 ഇൻറ്റു 1 0. അപ്പൊ ഇവിടെ 0 കിട്ടും. പിന്നെ ഇവിടെ എന്താ കിട്ടുക? R2 എലമെന്റ് ഏതാ? 5 അല്ലേ. മൈനസ് 2 ഇൻറ്റു R1 ഇവിടെ 3 അല്ലേ. അപ്പൊ ഏതാ? 5 മൈനസ് 2 ഇൻറ്റു 3 എത്ര കിട്ടുക? 5 മൈനസ് 6 മൈനസ് 1. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? -1 കിട്ടും. ഇതേ ഓപ്പറേഷൻ ഇവിടെ നടത്തണ്ടേ? R2 അഥവാ 1 മൈനസ് 2 ഇൻറ്റു 0 എന്താ കിട്ടുക? 1 കിട്ടും. അടുത്ത ഇവിടെ എന്താ കിട്ടുക? 0 അഥവാ R2 മൈനസ് 2 R1 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 2 ഇൻറ്റു 1 അല്ലേ. R2 എലമെന്റ് 0 മൈനസ് 2 ഇൻറ്റു 1. അപ്പോൾ ഈ എലമെന്റ്സ് ഒക്കെ ഇവിടെ എടുത്ത് എഴുതിയാൽ എന്ത് കിട്ടും? ആദ്യത്തെ റോയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? നോ ചേഞ്ച്. ചേഞ്ച് ഒക്കെ R2ലല്ലേ. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചത്? നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കേണ്ട മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിൽ എലമെന്റ് ഒരു ഐഡന്റിറ്റി മെട്രിക്സിലെ എലമെന്റ് പോലെ ആയില്ലേ. എങ്ങനെയാണ്? ഫസ്റ്റ് ഡയഗണൽ എലമെന്റ് 1 ആണ്, അതിലുള്ളതൊക്കെ 0 ആണ്. അടുത്ത സ്റ്റെപ്പ് അടുത്ത കോളത്തിൽ ചേഞ്ച് വരുത്തണം. അടുത്ത കോളത്തിൽ ചേഞ്ച് വരുത്താൻ ആ കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് ഡയഗണൽ എലമെന്റ് 1 ആക്കണം. എന്താണ്? രണ്ടാമത്തെ കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് അഥവാ ഡയഗണൽ എലമെന്റ് 1 ആക്കണം. ഇതിന് 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? നേരത്തെ നേരത്തെ -1 അല്ല ഉള്ളത്, അവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ. ഇത് ഇവിടെ -1 ആണ് ഇതിന് മുമ്പത്തെ സ്റ്റെപ്പിലുള്ളത്. അപ്പോൾ അവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 1 ആയി. പിന്നെ അവിടെ 1 ഉണ്ടായത് അപ്പോൾ -1 ആവും. അവിടെ -2 ഉണ്ടായത് അത് 2 ആയി അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 1 0 1 ആയി. ഇനി ഇതിനെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കേണ്ടത് ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് കോളത്തിലെ ഈ എലമെന്റ് അഥവാ ഡയഗണൽ എലമെന്റ് അല്ലാത്തതെല്ലാം 0 ആക്കണം. ഇത് 0 ആക്കാൻ 3 0 ആക്കാൻ ഇത് ഏത് റോല? R1ലല്ലേ. അപ്പൊ R1 മൈനസ് R2 എന്ന് മതിയോ? പോരാ. R1 മൈനസ് 3 R2 എന്ന് വേണ്ടേ? ഇനി ചെയ്തു നോക്കുക. R1ൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ, R2ൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ എന്താ കിട്ടുക? 1 മൈനസ് 3 ഇൻറ്റു 0, 3 മൈനസ് 3 ഇൻറ്റു 1, പിന്നെ 0 മൈനസ് 3 ഇൻറ്റു -1, 1 മൈനസ് 3 ഇൻറ്റു 2. അത് ചെയ്തു നോക്കിയാൽ
നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇപ്പം എന്താ നമുക്ക് കിട്ടിയത്? ഐ ഈക്വൽ ടു, ഇത് ഐ അല്ല, ഐഡൻറ്റി മെട്രിക്സ് അല്ലേ, ഈക്വൽ ടു അല്ലേ ബി എ എന്ന് കിട്ടി. ഇത് ബി ഇൻറ്റു എ എന്ന് കിട്ടി. ഐ ഈക്വൽ ടു ബി ഇൻറ്റു എന്ന് കിട്ടിയാൽ എന്താ പ്രത്യേകത? ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ എന്നല്ലേ. ഐ ഈക്വൽ ടു ബി ഇൻറ്റു എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് എ എന്നല്ലേ. അപ്പോൾ ബി ഈക്വൽ ടു ബി ഏതാ? 3 - 5 - 2 2 ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. ഇങ്ങനെയാണ് നമുക്ക് റോ ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് കാണുന്നത്. ഇതുപോലെ നമുക്ക് കോളം ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് കാണാം. അപ്പോൾ കോളം ഓപ്പറേഷൻസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, റോ ഓപ്പറേഷൻ ഉപയോഗിക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു 2 1 7 4. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എ ഈക്വൽ ടു എ ഐ എന്ന് എടുക്കേണ്ടത്. നേരത്തെ എന്തായിരുന്നു എടുത്തത്? എ ഈക്വൽ ടു ഐ എ എന്നാണ്. അതിനെന്താ കാരണം? നേരത്തെ പറഞ്ഞില്ലേ, കോളം ഓപ്പറേഷൻ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സിൽ കോളം ഓപ്പറേഷൻ നടക്കുമ്പോൾ അത് എക്സിലും അതേ കോളം ഓപ്പറേഷൻ നടക്കുന്നു. ഒന്നാമത്തെ മെട്രിക്സിൽ റോ ഓപ്പറേഷൻ നടക്കുമ്പോൾ എക്സിലും അതേ ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കോളം ഓപ്പറേഷൻ ആണ് നടക്കുന്നത് എന്നതുകൊണ്ട് ഐ എന്നത് ആദ്യത്തിലാണോ രണ്ടാമതാണോ വരേണ്ടത്? കാരണം ഐയിലാണല്ലോ നമ്മൾ മാറ്റം വരുത്തുന്നത് ഇല്ലേ. അതുകൊണ്ട് ഐ നമുക്ക് രണ്ടാമതായിട്ട് എടുത്തേ. കാരണം എ ഈക്വൽ ടു എ ഐയും ശരിയാണ്, എ ഈക്വൽ ടു ഐ എയും ശരിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എ ഐ ആണ്. കാരണം കോളം ഓപ്പറേഷൻ നടത്തുമ്പോൾ രണ്ട് മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ രണ്ടാമത്തെ മെട്രിക്സിൽ കോളം ഓപ്പറേഷൻ നടത്തിയാൽ അതേ ഓപ്പറേഷൻ ഒന്നാമത്തെ മെട്രിക്സിലും നടക്കുമെന്ന് നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തില്ലേ. അപ്പോൾ എങ്ങനെ എടുക്കേണ്ടത്? കോളം ഓപ്പറേഷൻ ആകുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എ ഈക്വൽ ടു എ ഐ. റോ ഓപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എ ഈക്വൽ ടു ഐ എ എന്നാണ്. ഓക്കെ, ഇപ്പോൾ എന്റെ സ്ഥാനത്ത് എന്താ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? എനെ കോളം ഓപ്പറേഷൻ നടത്തി ഒരു ഐഡന്റിറ്റി മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഐ എന്ന് പറയുന്ന മെട്രിക്സിനെ ബിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഐ ഈക്വൽ ടു എ ബി എന്ന് കിട്ടിയാൽ നമുക്ക് ബി ആണ് ഇൻവേഴ്സ് ഓഫ് എ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കോളം ഓപ്പറേഷൻ ആകുമ്പോൾ എ ഈക്വൽ ടു എ ഐ, റോ ഓപ്പറേഷൻ ആണെങ്കിലോ എ ഈക്വൽ ടു ഐ എന്നാണ്. അപ്പോൾ എ ഈക്വൽ ടു എ ഐ അല്ലേ. അപ്പോൾ എയിലുള്ള എലിമെന്റ്സിൽ എഴുതി, പിന്നെ എ, പിന്നെ ഐഡന്റിറ്റി മെട്രിക്സ് എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ ഡയഗണൽ എലിമെന്റ് 1 ആക്കണം. ഇതിനെ 1 ആക്കണം. കോളം ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ ഡയഗണൽ എലിമെന്റ് 1 ആക്കണം അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മാറ്റം വരുത്തേണ്ട എന്താ? ഫസ്റ്റ് റോയിലെ എലിമെന്റ് ആദ്യത്തെ എലിമെന്റ് 1, ബാക്കിയുള്ള 0 ആക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ? കോളം ഓപ്പറേഷനിൽ ആദ്യത്തെ റോയിലാണ് ചേഞ്ച് വരുത്തേണ്ടത്, റോ ഓപ്പറേഷനിൽ ആദ്യത്തെ കോളത്തിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. ഇത് മറന്നു പോയത്. അപ്പോൾ കോളം ഓപ്പറേഷനിൽ ആദ്യത്തെ റോ എടുക്കുക, അതിൽ ആദ്യത്തെ എലിമെന്റ് 1 ആക്കണം, ബാക്കിയുള്ള എലിമെന്റ് 0 ആക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2നെ 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? C1 C2 ഇന്റർചേഞ്ച് ചെയ്യാം അല്ലേ. ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ഇന്റർചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ഇന്റർചേഞ്ച് എന്താ കിട്ടുക? 1 4 എന്ന് പറയുന്ന കോളം ഒന്നാമതെത്തും, 2 7 എന്ന് പറയുന്ന കോളം രണ്ടാമതെത്തും. ഇതേപോലെ ഇവിടെയും വരുത്തണ്ടേ? യെസ്. അപ്പോൾ 1 0 1 ഒന്നാമതെത്തും, 1 0 രണ്ടാമതെത്തും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഒന്നാമത്തെ റോയിലെ ഫസ്റ്റ് എലിമെന്റ് അഥവാ ഡയഗണൽ എലിമെന്റ് 1 ആക്കി, ഇനി ആ ഒന്നാമത്തെ റോയിലെ ബാക്കി എലിമെന്റ് 0 ആക്കണം. ഈ 2 എന്ന് പറയുന്ന എലിമെന്റ് 0 ആക്കണം. കോളം ഓപ്പറേഷനെ നടത്താൻ പാടുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഏത് കോളത്തിലാണ്? രണ്ടാമത്തെ കോളത്തിലാണ് അല്ലേ. 2 എന്ന് പറയുന്ന എലിമെന്റ് 0 ആക്കേണ്ട എലിമെന്റ് രണ്ടാമത്തെ കോളത്തിലാണ്. അപ്പോൾ രണ്ടാമത്തെ കോളം മൈനസ് ഒന്നാമത്തെ കോളം മതിയോ? ഇല്ല. 2 - 1 0 അല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കോളം മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന ഓപ്പറേഷൻ നടത്തണം. അപ്പോൾ C2 ഒബ്റ്റെയിൻ ബൈ C2 മൈനസ് 2 ഇൻറ്റു C1 അല്ലേ. സെക്കൻഡ് കോളത്തിൽ മാത്രമേ ഓപ്പറേഷൻ ഉള്ളൂ. ഫസ്റ്റ് കോളത്തിൽ എലിമെന്റ് അതേപോലെ 1 4 കിട്ടും. രണ്ടാമത്തെ കോളത്തിൽ എലിമെന്റ് എങ്ങനെ കിട്ടുക? അപ്പോൾ പറയും ഫസ്റ്റ് കോളത്തിൽ എലിമെന്റ് 1 4. രണ്ടാമത്തെ കോളം എന്താ പറഞ്ഞത്? രണ്ടാമത്തെ കോളം മൈനസ് 2 ഇൻറ്റു ഒന്നാമത്തെ കോളല്ലേ. അപ്പോൾ 2 - 2 ഇൻറ്റു 1 7 - 2 ഇൻറ്റു 4. ഇതേപോലെ ഇവിടെയും രണ്ടാമത്തെ കോളത്തിൽ C2 മൈനസ് 2 ഇൻറ്റു C1 അല്ലേ. 1 - 2 ഇൻറ്റു 0 0 - 2 ഇൻറ്റു 1 സിംപ്ലിഫൈ ചെയ്താൽ 1 0 4 - 1 ഈക്വൽ ടു A0 1 1 - 2. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് ഡയഗണൽ എലിമെന്റ് 1 ആക്കണം, ബാക്കിയുള്ള എലിമെന്റ് 0 ആയിരിക്കും. ആദ്യം എന്ത് ചെയ്തു? ഒന്നാമത്തെ റോയിലെ എലിമെന്റുകളെ ഐഡന്റിറ്റി എലിമെന്റ് പോലെ ആക്കി. ഇനി രണ്ടാമത്തെ റോയൽ എലിമെന്റിനെ മാറ്റണം. ആദ്യം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഡയഗണൽ എലിമെന്റിലാണ്. അപ്പോൾ ഈ -1 ആണ് ഇപ്പോൾ ഡയഗണൽ എലിമെന്റ് അല്ലേ.
അതിനെ 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ -1 ഉള്ള സെക്കൻഡ് കോളത്തിലല്ലേ, സെക്കൻഡ് കോളത്തിൽ എന്ത് ഓപ്പറേഷൻ നടത്തിയാലാണ് -1നെ 1 ആക്കാൻ പറ്റുക? C2 ഇൻറ്റു -1 അടിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് കോളത്ത് -1 മൾട്ടിപ്ലൈ ചെയ്യുക, അത് ഇവിടെയും അഥവാ രണ്ടാമത്തെ മെട്രിക്സിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ കിട്ടുക? 1 0 4 1. ഇവിടെയോ 0 1 മാറ്റമൊന്നുമില്ല, ഒന്നാമത്തെ കോളത്തിൽ മാറ്റമുണ്ടോ? അല്ല, രണ്ടാമത്തെ കോളത്തിന് -1 മൾട്ടിപ്ലൈ ചെയ്താൽ -1 2 കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടിയത്? 1 0 4 1 ഈക്വൽ ടു A 0 -1 1 2. ഇപ്പോൾ ഇത് ഐഡന്റി മെട്രിക്സിന്റെ വളരെ അടുത്തെത്തില്ലേ. ഇനി ഒറ്റ എലിമെന്റ് കൂടി 0 ആക്കിയാൽ, ഈ 4നെ 0 ആക്കിയാൽ ഇത് ഐഡന്റി മെട്രിക്സ് ആയില്ലേ. ഈ 4 എവിടെ ഉള്ളത്? ഏത് കോളത്തിലാണ്? C1-ലല്ലേ. അപ്പൊ C1-ലാണുള്ളത്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ നടത്തേണ്ടത്? C1 - C2 നടത്തിയാൽ 0 കിട്ടോ? 4 - 1 0 ആണോ? അല്ല. അപ്പൊ ഈ 4നെ 0 ആക്കാൻ എന്താണ് ഓപ്പറേഷൻ? C1 - 4 × C2 അല്ലേ. ഈ 4നെ 0 ആക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ എന്താണ്? C1 - 4 × C2 അല്ലേ. യെസ്. അപ്പോൾ C1 - 4 × C2 എന്ന് പറയുന്ന ഓപ്പറേഷൻ അത് ഈ ഫസ്റ്റ് കോളത്തിൽ നടത്തണം, ഇവിടെയുള്ള ഫസ്റ്റ് കോളത്തിലും നടത്തണം. അപ്പം എന്താ? 1 - 4 × 0 ഇവിടെയോ, 4 - 4 × 1 ഇവിടെയോ, 0 - 4 × -1 ഇവിടെയോ, 1 - 4 × 2 എന്ത് കിട്ടും? 1 0 0 1 ഈക്വൽ ടു A 4 - 1 -7. അപ്പം എന്തായി? ആദ്യത്തെ മെട്രിക്സ് A ഈക്വൽ ടു അല്ലേ. ആദ്യത്തെ മെട്രിക്സിന് ഫസ്റ്റ് A എന്ന് പറയുന്ന മെട്രിക്സിനെ ഐയിലേക്ക് കൺവേർട്ട് ചെയ്യില്ലേ. ഇപ്പോൾ ഇത് ഏത് ഫോമായി? A ഈക്വൽ ടു A × B എന്ന് ആദ്യത്തെ മെട്രിക്സ് എനെ ഐയിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ I ഈക്വൽ ടു A × B എന്ന ഫോമിലേക്ക് മാറിയില്ലേ. I ഈക്വൽ ടു A × B എന്ന ഫോമിലേക്ക് മാറിയാൽ B ആണ് ഇൻവേഴ്സ്. അപ്പോൾ എയുടെ ഇൻവേഴ്സ് അതാണ് B. ഏതാ B? 4 - 1 -7 2. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ആണ് മെട്രിക്സ് 4 - 1 -7 2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. If A equal to 1 2 2 6, find A inverse by using row operations. റോ ഓപ്പറേഷൻ ആകുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? A equal to I A എന്നാണോ, A equal to AI എന്നാണോ? നമ്മൾ നേരത്തെ പഠിച്ചു A equal to IA. കാരണം എന്താണ്? രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ ആദ്യത്തെ മെട്രിക്സിൽ റോ ഓപ്പറേഷൻ നടത്തുമ്പോഴാണ് പ്രൊഡക്റ്റ് ചേഞ്ച് വരിക. രണ്ടാമത്തെ മെട്രിക്സിൽ കോളം ഓപ്പറേഷൻ നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുക? ആദ്യത്തെ മെട്രിക്സിലും കോളം ഓപ്പറേഷൻ വരിക. ഇവിടെ നമുക്ക് മാറ്റം വരുന്ന ഐയിലാണ് അല്ലേ. ഐയിലായതുകൊണ്ട് അത് ആദ്യം എടുക്കണം. A equal to IA. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A equal to 1 2 2 6 equal to 1 0 0 1 A. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ എലമെന്റ് ഓൾറെഡി ഐഡന്റിറ്റി എലമെന്റ് ആണ് അല്ലേ. ഇത് റോ ഓപ്പറേഷൻ ആണ്, റോ ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് കോളത്തിൽ എലമെന്റ് ബാക്കിയുള്ളതൊക്കെ 0 ആക്കണം. എപ്പോഴും റോ ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ കോളത്തിൽ എലമെന്റ് ആണ് ഐഡന്റിറ്റി എലമെന്റിന്റെ എലമെന്റിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഡയഗണൽ എലമെന്റ് 1 ആണ്. ആദ്യത്തെ കോളത്തിൽ അടുത്ത എലമെന്റ് 0 ആക്കണം. ഈ 2നെ 0 ആക്കാൻ R2 - R1 മതിയോ? ഈ 2 ഉള്ളത് സെക്കൻഡ് റോയിലല്ലേ. അപ്പോൾ സെക്കൻഡ് റോ മൈനസ് ഫസ്റ്റ് റോ മതിയോ? പോരാ, കാരണം 2 - 1 0 ആണോ? അല്ല, പകരം R2 - 2 × R1 1. അപ്പോൾ ആ ഓപ്പറേഷൻ നടത്തി വെക്കുക. ആദ്യത്തെ റോയിൽ മാറ്റമുണ്ടോ? അല്ല, 1 2. ഇവിടെയോ രണ്ടാമത്തെ റോയിലാണ് മാറ്റുള്ളത്. അതെന്താ? R2 - 2 × R1. അപ്പം എന്താ കിട്ടുക? 2 - 2 × 1 6 - 2 × 2. കാരണം R2 - 2 R1 അത് ഇവിടെയും വരും. അപ്പൊ 0 - 2 × 1 1 - 2 × 0. അപ്പൊ എന്ത് കിട്ടും? അത് സിംപ്ലിഫൈ ചെയ്താൽ 1 2 0 2 അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 0 2 കിട്ടും. റൈറ്റ് സൈഡിലെ 1 0 - 2 1. അപ്പൊ ഇനി നോക്കുക, ഇതിപ്പോ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറിയോ? ഇല്ല. അപ്പൊ ആദ്യത്തെ കോളത്തിൽ എലിമെന്റ് 1 0 എന്ന ഫോമിലേക്ക് മാറി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് അടുത്ത കോളം എടുക്കുക. അടുത്ത കോളത്തിൽ ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ഡയഗണൽ എലമെന്റ് ആണ് അല്ലേ. എപ്പോഴും ഡയഗണൽ എലമെന്റ് കൺവേർട്ട് ചെയ്തിട്ടാണ് മറ്റേ എലമെന്റ് 0 ആക്കേണ്ടത്. അപ്പോൾ അടുത്ത കോളത്തിൽ ഡയഗണൽ എലമെന്റ് 2 കൊടുക്കുക. ഈ 2നെ 1 ആക്കണം. എന്താ മാർഗം? സിമ്പിളാണ്. ഇത് ഏത് റോയിലല്ലേ? സെക്കൻഡ് റോയിലല്ലേ. സെക്കൻഡ് റോനെ മൊത്തം 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ സെക്കൻഡ് റോനെ മൊത്തം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ് റോനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? ഇവിടെ 0/2 0, 2/2 1, -2/2 -1, 1/2 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി ഇപ്പോൾ ഇതിനെ I ആക്കാണ് വേണ്ടത്. I ആയോ? ഇല്ല. ഇനി ഏതാണ്? അപ്പോൾ ഇവിടെ 1 ആയി, ഇവിടെ 0 ആയി, ഇവിടെ 1 ആയി. ഇനി ഇത് കൂടി 0 ആക്കണം. ഇത് ഏത് റോ അല്ല? R1-ലല്ലേ. അപ്പോൾ R1 - R2 മതിയോ? ഇല്ല. 2 - 1 0 ആണോ? അല്ല. ഒരു R1 - 2 R2 വേണ്ടേ? R1 - 2 R2 ആണ് അല്ലേ.
അപ്പോൾ R1 ഒപ്റ്റെയിൻ ബൈ R1 മൈനസ് 2R2, കാരണം ഇത് 0 ആക്കണം. ഇത് ഫസ്റ്റ് റോയിലാണ് ഉള്ളത്. ഫസ്റ്റ് റോയിൽ ഇത് 0 ആവാൻ വേണ്ടി R1 മൈനസ് 2 ഇൻറ്റു R2 ആണ്. അപ്പോൾ മൊത്തം ഓപ്പറേഷൻ എടുത്താൽ R1 മൈനസ് 2R2, 1 മൈനസ് 2 ഇൻ 0, 2 മൈനസ് 2 ഇൻ 1. ഇതേ ഓപ്പറേഷൻ ഇവിടെയും വേണം. 1 മൈനസ് 2 ഇൻറ്റു മൈനസ് 1, 0 മൈനസ് 2 ഇൻറ്റു 1/2. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും 1 0 0 1, 3 മൈനസ് 1 മൈനസ് 1 1/2 അല്ലേ. ഇനി ഇവിടെ നോക്കുക, അത് ഏത് ഫോമായി? I ഈക്വൽ ടു ബി ഇൻറ്റു എന്ന ഫോമായില്ലേ. I ഈക്വൽ ടു ബിൻ്റെ എന്ന് കിട്ടിയ അതിൻ്റെ അർത്ഥം എന്താ? ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ. ഇൻവേഴ്സ് ഓഫ് എൻ്റെ സിമ്പിൾ എന്താ? എ ഇൻവേഴ്സ്. അപ്പോൾ ബി ആണ് എ ഇൻവേഴ്സ്. ഏതായാലും മെട്രിക്സ് 3 മൈനസ് 1 മൈനസ് 1 1/2. ഓക്കെ, ഇനി നമുക്ക് ഓർഡർ 3 ഉള്ള ഒരു മെട്രിക്സ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫൈൻഡ് എ ഇൻവേഴ്സ് by using row operations if a equal to 1 2 3 0 2 minus 1 0 minus 1 1. എങ്ങനെയാണ് റോ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക? പറയും a equal to I a. വെരി ഗുഡ്. അടുത്ത് എന്ത് ചെയ്യണം? എലമെന്റ്സ് ചെയ്താൽ 1 2 3 0 2 minus 1 0 minus 1 1 അല്ലേ. അപ്പം എന്ത് ചെയ്യണം? I എടുക്കേണ്ടത് ഓർഡർ 3 ആയുള്ള ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? റോ ഓപ്പറേഷൻ ആണെങ്കിൽ ആദ്യത്തെ കോളത്തിൽ എലമെന്റിനെ 1 0 0 എന്ന ഫോമിലേക്ക് മാറ്റണം. ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫോമിലല്ലേ? ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് രണ്ടാമത്തെ കോളത്തിന് എന്ത് ചെയ്യണം? രണ്ടാമത്തെ കോളത്തിനെ 0 1 0 എന്ന ഫോമിലേക്ക് മാറ്റണം. എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണില്ലേ എവിടുന്ന? ഡയഗണൽ എലമെന്റിനെ കൺവേർട്ട് ചെയ്യാനാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഡയഗണൽ എലമെന്റ് അഥവാ ഈ 2നെ 1 ആക്കാൻ എന്താണ് എളുപ്പമാർഗം? ഒന്ന് ആലോചിച്ച് നോക്കുക. 2 മാർഗമുണ്ട്. ഒന്നെന്താ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, ഇവിടെ 1 പക്ഷെ ഇവിടെ 1/2 ഫ്രാക്ഷൻ കിട്ടും അല്ലേ. ഇവിടെയൊക്കെ ഫ്രാക്ഷൻ കിട്ടും. ഫ്രാക്ഷൻ കിട്ടിയാൽ എന്താ? അത് ആഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ട് നോക്കുക ഇതിനെ 1 ആക്കാൻ? R2 R3 ആഡ് ചെയ്താൽ പോരെ. 2 മൈനസ് 1 ആഡ് ചെയ്താൽ എത്ര? 1 കിട്ടൂലേ. ആ ഓപ്പറേഷൻ നമുക്ക് എടുക്കാം. പാർട്ട് 2 ഒപ്റ്റെയിൻ ബൈ R2 പ്ലസ് R3. അപ്പോൾ എല്ലായിടത്തും ആഡ് ചെയ്ത് നോക്കുക. R2 മാത്രമേ മാറ്റുള്ളൂ. R1 അതേപോലെ ഉണ്ടാവും, R3 അതേപോലെ ഉണ്ടാവും. R2ലുള്ള ചേഞ്ച് എന്താണ്? R2 പ്ലസ്. അപ്പോൾ 0 പ്ലസ് 0 0. പിന്നെ 2 പ്ലസ് മൈനസ് 1 1, മൈനസ് 1 പ്ലസ് 1 0, 0 പ്ലസ് 0 0, 1 പ്ലസ് 0 1, 0 പ്ലസ് 1 1. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അപ്പോൾ രണ്ടാമത്തെ കോളത്തിലെ ഡയഗണൽ എലമെന്റ് 1 ആക്കി. ഇനി രണ്ടാമത്തെ കോളത്തിലെ ബാക്കിയുള്ള 2 എലമെന്റ് 0 ആക്കണം. റോ ഓപ്പറേഷൻ നടത്തണം. ഈ ഒന്നാമത്തെ റോയിലുള്ള 2നെ 0 ആക്കാൻ എന്താ മാർഗം? R1 മൈനസ് R2 മതിയോ? അല്ല, R1 മൈനസ് 2R2 ആണ് അല്ലേ. R1 മൈനസ് 2R2. അതുപോലെ ഇത് 0 ആക്കാനോ? R3യിലുള്ള ഈ മൈനസ് 1 0 ആക്കണം. അതിനെന്താ മാർഗം? എപ്പോഴും നമ്മൾ ഡയഗണൽ എലമെന്റ് ഉള്ള റോയുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ? ഇത് 0 ആക്കാൻ ആഡ് ചെയ്താൽ പോരെ. R3 പ്ലസ് R. അപ്പോൾ ഈ 2 ഓപ്പറേഷൻ ഒന്നെന്താണ്? R1 ഒപ്റ്റെയിൻ ബൈ R1 മൈനസ് 2R2. ഇത് 0 ആക്കാൻ R3 ഒപ്റ്റെയിൻ ബൈ R3 പ്ലസ് R2. ഈ 2 ഓപ്പറേഷൻ ഫുള്ള് ചെയ്ത് നോക്കുക. ഇവിടെ എന്താണ്? R1ലുള്ള ഓപ്പറേഷൻ എന്താണ്? R1 മൈനസ് 2R2. അപ്പോൾ നമുക്ക് ഈ എലമെന്റ് കിട്ടും. സൈഡിൽ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. പിന്നെ R3യിലുള്ള ഓപ്പറേഷൻ എന്താണ്? R3 പ്ലസ് R2. അതൊന്നും ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നോക്കുക. ഇതിപ്പോ ഐഡന്റിറ്റി മെട്രിക്സ് ആയോ? 1 0 0 0 1 0. ഇവിടെ ഒരു 3 ഉണ്ട് അല്ലേ. ഇവിടെ 0. ബാക്കിയുള്ളൊക്കെ കറക്റ്റ്. ഇനി ഒറ്റ 3യും കൂടി 0 ആക്കിയാൽ മതി. ഇത് ഏത് റോല? ഇത് ഫസ്റ്റ് റോലാണ്. അപ്പോൾ ഫസ്റ്റ് റോ മൈനസ് ഇവിടെ ഡയഗണൽ എലമെന്റ് ഒക്കെ കറക്റ്റ് ആണ് അല്ലേ. എപ്പോഴും ഡയഗണൽ എലമെന്റ് ഉള്ള റോയുമായിട്ടാണ് ഓപ്പറേഷൻ നടത്തുന്നത്. ശ്രദ്ധിക്കുക, ഈ 3നെ 0 ആക്കണം. അതിനുവേണ്ടി ഏത് റോയ ഓപ്പറേഷൻ ഉണ്ട്? ഡയഗണൽ എലമെന്റ് ഉള്ള റോയുമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? 3 മൈനസ് 1 0 ആവുമല്ല. അപ്പോൾ എന്താണ്? R1 ഒപ്റ്റെയിൻ ബൈ R1 മൈനസ് R3 മതിയോ? അല്ല, R1 മൈനസ് 3R3 വേണം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? അത് ഓപ്പറേറ്റ് ചെയ്താൽ ഫസ്റ്റ് റോയിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ അല്ലേ. സെക്കൻഡ് റോ അതേപോലെ, തേർഡ് റോ അതെ. ഫസ്റ്റ് റോയിൽ എന്ത് കിട്ടാം? 0 മൈനസ് 3 ഇൻറ്റു 0 0, 3 മൈനസ് 3 ഇൻറ്റു 1 0 കിട്ടും അല്ലേ. അതുപോലെ ഇവിടെയും ഓപ്പറേറ്റ് ചെയ്താൽ ഇത് കിട്ടും. ഇപ്പോൾ ഏത് ഫോമിലേക്ക് മാറി? ഇപ്പോൾ I ഈസ് ഈക്വൽ ടു B ഇൻറ്റു A എന്ന ഫോമിലേക്ക് മാറിയില്ലേ. I ഈക്വൽ ടു B ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഈ B ആണ് ഇൻവേഴ്സ്. അപ്പോൾ B ഈക്വൽ ടു A ഇൻവേഴ്സ് ഈക്വൽ ടു ഈ മെട്രിക്സ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ A ഇൻവേഴ്സ്. ഇതെങ്ങനെയാണ് ഓർഡർ 3 ഉള്ള മെട്രിക്സ് ചെയ്യുക? അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റോ ഓപ്പറേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? A ഈക്വൽ ടു
ഐ ഇൻറ്റു എ എന്നാണ്. ഐ ഇൻറ്റു എ എന്നാണ്. കോളം ഓപ്പറേഷൻ ആണെങ്കിലോ എ ഈക്വൽ ടു എ ഐ എന്നാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് റോ ഓപ്പറേഷൻ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ കോളത്തിൽ എലമെൻറ്റുകൾ 1 0 എന്ന ഫോമിലേക്ക്, പിന്നെ അടുത്ത കോളത്തിൽ എലമെൻറ്റ് 0 1 എന്ന ഫോമിലേക്ക്. അതിൽ തന്നെ ആദ്യം ഡയഗണൽ എലമെൻറ്റിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, പിന്നെയാണ് ബാക്കിയുള്ള എലമെൻറ്റ് 0 ആക്കേണ്ടത്. ഇനി കോളം ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ഫസ്റ്റ് റോയിലെ ആദ്യത്തെ ഡയഗണൽ എലമെൻറ്റ് 1 ആക്കുക, ബാക്കിയുള്ള റോയിൽ എലമെൻറ്റ് 0 ആക്കുക. അപ്പോൾ കോളം ഓപ്പറേഷൻ ആണെങ്കിൽ ഫസ്റ്റ് റോയിൽ ഓപ്പറേഷൻ നടക്കേണ്ടത്. പിന്നെ റോ ഓപ്പറേഷൻ ആണെങ്കിൽ ഫസ്റ്റ് കോളത്തിലാണ് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഇൻവേഴ്സ് കാണുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. ഇതിനേക്കാളും എളുപ്പമുള്ള ഒരു മെത്തേഡ് നമ്മൾ ഡിറ്റർമിനൻറ്റിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, ഫൈൻഡ് എ ഇൻവേഴ്സ് ബൈ യൂസിങ് റോ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യണം. ഇതിനേക്കാൾ വളരെ ഈസി ആയിട്ട് മെത്തേഡ് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ മെത്തേഡ് ചോദിക്കുമ്പോൾ